ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 032/21 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രിലിമിനറി എക്സാമിന്റെ സ്റ്റേജ് 4 നടന്ന എക്സാം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 44ാം വയലാർ അവാർഡ് നേടിയതാര്? ആൻസർ ഓപ്ഷൻ സി, ഏഴച്ചേരി രാമചന്ദ്രൻ. രണ്ടാമത്തെ ചോദ്യം, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ എം ലീലാവതി. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി, പുതുശ്ശേരി രാമചന്ദ്രൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ആൻസർ ഓപ്ഷൻ സി, വി മധുസൂദനൻ നായർ. അഞ്ചാമത്തെ ചോദ്യം, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അച്ഛൻ പിറന്ന വീട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഋഷി സുനാക്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ഇന്റർനെറ്റിന്റെ ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ആൻസർ ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 82.30 പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ആൻസർ ഓപ്ഷൻ ബി, 5 മണിക്കൂർ 30. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലമാണ് ആൻസർ ഓപ്ഷൻ ബി, മാർച്ച് മുതൽ മെയ് വരെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? ആൻസർ ഓപ്ഷൻ ബി, പോർച്ചുഗീസ്. 1857 കലാപം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, ശിപ്പായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. SCRT ഫാക്ട് ആണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ S രാധാകൃഷ്ണൻ.
മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ആൻസർ ഓപ്ഷൻ ബി നിയമ അവകാശമാണ്. അസ്പൃശ്യത അതായത് അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ മെമ്പറായി നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ആൻസർ ഓപ്ഷൻ എ 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഓപ്ഷൻ എ 38,863. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചിനാർ ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി വയനാട്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മണിയാർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി കൊച്ചി ഡോണ്ടി പോയിന്റ്. ഇനി 51ാമത്തെ ചോദ്യം. അയ്യങ്കാളി ജനിച്ച ദിവസം? ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആർ പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 1809 ജനുവരി 11. ചെന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ആൻസർ ഓപ്ഷൻ സി 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം? ആൻസർ ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനം? ആൻസർ ഓപ്ഷൻ ബി മയോളജി.
67 ആൻസർ ഇല്ല. 68 ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ. സെഹന്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ. തോറിയത്തിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ. ഊർജം അളക്കുന്ന യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ എ ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം? ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി? ആൻസർ ഓപ്ഷൻ ബി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വോയേജർ 1. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 39, 24. 7.52 + 4.05 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 11.57. 0.0657 - 0.00657 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 0.05913. 0.02 × 0.4 × 0.1 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 0.0008. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി 3/4. 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമന്റെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 11. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 2000 രൂപ. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്നും 20 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 60 കിലോമീറ്റർ. പുഴയിൽ ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലും അനുകൂലമായി അതിൽ ഇരട്ടി വേഗത്തിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 12. ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? ആൻസർ ഓപ്ഷൻ സി 3/5. എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഹരണം, ഡി എന്നാൽ ഇൻറ്റു ആയാൽ 20C 5A 3B 4D2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 9. 92 ആൻസർ ഇല്ല. 93, 360, 120, 36 വിട്ട ഭാഗത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1. ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിനെ RFUVQNPC എന്ന് എഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ എ EOJDJEF. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സുനീതി. ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആക്ഷൻ. കൂട്ടത്തിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി അർജന്റീന. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ബ്രൂക്ക്. ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛന്റെ വയസ്സ് എത്രയാണ്?
ആൻസർ ഓപ്ഷൻ ബി 45. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുമ്പിൽ നിന്നും 8ാമത്തെയാളും പ്രിയ പുറകിൽ നിന്ന് 6ാമത്തെയാളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 11. അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാത്സ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മാത്സ് ചോദ്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഇതിനടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആ കമന്റ് ആയി രേഖപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. കാരണം ഓരോ എക്സാം കഴിയുമ്പോഴും എത്ര പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിനുശേഷം ഇതിലെ ഓരോ മാത്സ് ചോദ്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.